ദൈവത്തിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ 1805 ജനിച്ചു. 1871 ജനുവരി 3 കൂനമ്മാവിൽ ദിവംഗതനായി. ഈ ദിവസങ്ങളിൽ ചാവറയച്ചൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് പല നോട്ടീസുകൾ ഞാൻ കണ്ടു. ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ പറഞ്ഞാണ് കുർബാനയും പ്രസംഗവുമൊക്കെ ഉള്ളത്. അതിൽ ഓരോ ദിവസത്തെ ചിന്തയാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. നല്ല ഒരു വിഷയമാണ്. ഇന്ത്യയിൽ 141 കോടി ജനങ്ങളുണ്ട്. ഈ 141 കോടി ജനവും ഏതെങ്കിലും തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാ. എല്ലാവരും കുടുംബത്തിൽ ജനിച്ചവരാ. ഒരപ്പനുണ്ട്, ഒരമ്മയുണ്ട്. ആ അപ്പൻ്റെയും അമ്മയുടെയും തണലിലാണ് നമ്മൾ അധികം പേരും ജനിച്ചതും വളർന്നതും സന്തോഷിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം. കുടുംബങ്ങളുടെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ചാവറയച്ചൻ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ, കല്യാണം നടക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെ 100 കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമുക്ക് വേണ്ടി യാചന നടത്തുന്ന ഒരു പുണ്യവാൻ എന്ന നിലയിൽ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യം ഞാൻ ചിന്തിച്ചു, ഇത് ക്രിസ്ത്യാനികളുടെ മധ്യസ്ഥനാണല്ലോ, കത്തോലിക്കയുടെ മധ്യസ്ഥനാണല്ലോ. അല്ല, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ വലിയൊരു പെരുന്നാൾ നടക്കുന്ന 6-7 ദിവസം വലിയ നൊവേനകളും പ്രാർത്ഥനകളും നടക്കുന്ന ഒരു ദേവാലയത്തിൽ അവിടെ ഒരു പഴയ കുതിരവണ്ടിയുണ്ട്. ആ കുതിരവണ്ടിയിൽ വലിയ ഒരു ഏലാത്ത് കെട്ടിയിട്ട്, കയറു കെട്ടിയിട്ട് ആളുകളെല്ലാം പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പേളയുണ്ട്, ആ കപ്പേളയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ആ വണ്ടി വലിക്കാനായിട്ട് പണ്ട് കാലങ്ങളിൽ ചാവറയച്ചൻ കാളവണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ വലിച്ച് ആ കപ്പേള വരെ പോകും. ആ കയറിൽ പിടിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവരുടെയും വിശ്വാസം ഞാൻ ഈ കയറിലൊന്ന് പിടിച്ചു വലിച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം, എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാറുമെന്നാണ് ചാവറയച്ചനിലുള്ള ആഴമായ വിശ്വാസത്തോടെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ആരാണെന്ന് യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിച്ചു. ആ അവസരത്തിൽ ചില ശിഷ്യന്മാർ പറഞ്ഞു, നീ പ്രവാചകന്മാരിൽ ഒരുവനാണ്, നീ ഏലിയ പ്രവാചകനാണ്. എന്നാൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും 40 മണി ആരാധനയിലും ദൈവികമായ ശുശ്രൂഷകളിലും ധ്യാനത്തിലും ഹൃദയത്തിലും മനസ്സിലും പേറി ജീവിച്ചിരിക്കുമ്പോൾ മധ്യസ്ഥനായിരുന്ന, മരിച്ചപ്പോൾ അതിലേറെ മധ്യസ്ഥനായിരുന്ന തമ്പുരാൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മാധ്യസ്ഥം പറയുന്ന ഒരു വിശുദ്ധനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്നാണ് പറയുന്നത്. 1994 കൊടുവേലി എന്ന് പറയുന്ന മോണസ്ട്രിയിൽ വരുമ്പോൾ അവിടെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അവിടെ ആളുകൾ ഒരു പിടിയരി കൊണ്ടുവന്ന് ആ ഇടവക പള്ളിയിൽ കൊടുക്കും. പാപങ്ങളായ മനുഷ്യരെ സംരക്ഷിക്കുവാനായിട്ട് അത് കൊടുക്കുമായിരുന്നു. ഈ പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയത് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്.
അപ്പോൾ ആ പിടിയരി, ഒരു പിടി അരി, ഒരു പിടുത്തം അരി പാപങ്ങൾക്ക് മാറ്റിവെക്കണമെന്ന് പറയുന്ന വിശുദ്ധ ചാവറിയച്ചൻ. അതാണ് ഒരു സാമ്പത്തികമായ ഒരു വലിയ ലക്ഷ്യം. ഒരു പിടി അരി കൊടുക്കുക, ഒരു പിടി, ഒത്തിരി പിടി കൊടുക്കണമെന്നല്ല പറയുന്ന, ഒരു പിടി സഹായം. ആ കാളവണ്ടി ഒന്ന് വലിക്കുമ്പോൾ, മനുഷ്യർ കൂടി വലിക്കുമ്പോൾ ഒരു പിടി കൊടുക്കുകയാ. അതിനെ വലിച്ചു 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 വലിച്ച് ആ കപ്പേളയിലേക്ക് കൊണ്ടുപോകുവാൻ. അപ്പൊ ചാവറിയച്ചൻ്റെ ആ സമ്പ്രദായമല്ലേ ഇന്ന് ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കവും ഒക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ, അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ കൊടുക്കുന്ന നല്ല മനസ്സിൻ്റെ ഒരു ഉടമയല്ല ഈ കുട്ടനാടുകാരനായ ചാവറിയച്ചൻ തുടങ്ങിയ ആ സമ്പ്രദായം ജനഹൃദയങ്ങളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുവാൻ ഈ വിശുദ്ധൻ കാര്യമായില്ലേ? അതാണ് ഇന്ന് ക്രൈസ്തവന് കുടുംബങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹം എന്തു ചെയ്തു? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതാ. പഴയ ആളുകൾക്ക്, താഴ്ന്ന വർഗക്കാർക്ക് വിദ്യാഭ്യാസമില്ല, സംസ്കൃതം പഠിക്കാൻ അനുവാദമില്ല. തൻ്റെ പള്ളിയോടനുബന്ധിച്ച് മാനാനത്ത് അദ്ദേഹം ആരംഭിച്ച ആ സന്യാസ സമൂഹത്തോടനുബന്ധിച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസ സമൂഹത്തോടനുബന്ധിച്ച് ഒരു മുദ്രാലയം തുടങ്ങുന്നത് ഒരു കുടുംബ വീക്ഷണമല്ലേ? കുഞ്ഞുങ്ങൾ, മക്കൾ വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന ആ കാഴ്ചപ്പാട് ചാവറിയച്ചൻ ജീവിച്ചിരുന്ന 1805 19-ാം നൂറ്റാണ്ടിൽ ഇല്ലാത്തിടത്ത് ഉള്ളതുണ്ടാക്കുന്ന ഒരു മധ്യസ്ഥനാണ് ചാവറിയച്ചൻ. ചാവറിയച്ചൻ ഇല്ലാത്തിടത്ത്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ആ ചാവറിയച്ചൻ, ദാരിദ്ര്യം കൊണ്ട് മുട്ടുന്ന മക്കൾക്ക് വീട് കൊടുക്കുന്ന ചാവറിയച്ചൻ. 2000-ൽ പരം വൈദികരിന്ന് CMI സഭയിലുണ്ട്. ആ വൈദികര് എത്രയോ വീടുകളാണ് ഓരോ കൊല്ലവും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ശേഖരിച്ച് വീടുകൾ പണിതു കൊടുക്കുന്നത്. ചാവറിയച്ചൻ തുടങ്ങി ആ മാർഗം ഇന്നും തുടങ്ങുന്ന ആയിരക്കണക്കിന് വൈദികരുണ്ട്, ശുശ്രൂഷകരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ആരംഭത്തിൽ തന്നെ കുടുംബങ്ങളുടെ സമുദ്ധാരണത്തിനെന്ന് തന്നെ പറയാം. അദ്ദേഹം തുടങ്ങിയ CMI സഭയും CMC സഭയും അതിനോടനുബന്ധിച്ച് SAB സഭയും FCC സഭയും SH സന്യാസ സഭയും ഈ സഭകളുടെ MCBSും എല്ലാം ഈ ഇദ്ദേഹം ചെയ്തു കൊടുത്ത ആ പ്രവർത്തനങ്ങളുടെ ഫലമല്ലേ? അദ്ദേഹം മാധ്യസ്ഥം മാത്രമല്ല, പ്രായോഗിക ചിന്തകളുള്ള മനുഷ്യൻ. ഇന്ന് പ്രായോഗിക ചിന്തകളുള്ള മനുഷ്യരുടെ എണ്ണം വളരെ കുറവാണ് സഹോദരങ്ങളെ. അപ്പോൾ പ്രായോഗിക ചിന്തയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ചാവറിയച്ചൻ താൻ മരിക്കുന്നതിന് 1871 മുമ്പ്, ഒരു വർഷം മുമ്പ് കൂനമാവിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് തൻ്റെ സ്വന്തം രക്തത്തിൻ്റെ രക്തമായ, ഹൃദയത്തിൻ്റെ ഹൃദയമായ ആ മക്കൾക്ക് നല്ലയപ്പൻ്റെ ചാവുരുൾ എന്ന് പറഞ്ഞ് ഒരു മരണച്ചട്ടം, തൻ്റെ അവസാനത്തെ ലെറ്റർ ഈ മക്കൾക്ക് വേണ്ടി എഴുതുകയാ, കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതുകയാ. കൈനകരിക്കാർക്ക് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന് മാത്രമല്ലാതെയായി തീർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നല്ലയപ്പൻ്റെ ചാവരുൾ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് 29 വീഡിയോകൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന പലരും അത് കേട്ടിട്ടുണ്ടാകും. ആ നല്ലയപ്പൻ്റെ ചാവരുൾ പറയുകയാണ്, ഇത് എൻ്റെ ടെസ്റ്റമെൻ്റാണ്, ഇത് എൻ്റെ ഓർമ്മയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു എടുത്ത അപ്പവും വീഞ്ഞവും നൽകിയെങ്കിൽ യേശുവിൻ്റെ അതേ ആ മനോഭാവത്തിൻ്റെ ഒരു ചെറിയ അംശം എടുക്കുക തൻ്റെ മരണത്തിനു ശേഷവും. കൈനഗിരിക്കാർ മാത്രമല്ല, കേരളത്തിലെ സർവ്വ വില്ലേജുകളും, കേരളത്തിൻ്റെ ഓരോ മൂലയും മുക്കും, ഇന്ത്യയുടെ അതിർത്തിയായ അരുണാചൽ പ്രദേശിലുള്ള തൂത്തിങ്ങിലും മിറ്റൂങ്ങിലുമെല്ലാം അവിടെ എത്തിച്ചേരുന്ന ആ ചിന്ത, നല്ലയപ്പൻ്റെ ആ ചാവരുളിൽ അദ്ദേഹം പറയുകയാണ്, കുടുംബങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കണം, എളിമയുള്ളവരായിരിക്കണം, മക്കൾ നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല സംസർഗമുണ്ടാകണം, കുട്ടികൾ പ്രായമാകുമ്പോൾ മാതാപിതാക്കന്മാർ അവരെ വേർതിരിച്ച് കിടത്തണം.
അവരെ ഉടുപ്പിടിക്കാതെ നടത്തരുത്, നീതി തൽപരരാകണം. ഇങ്ങനെ വിവിധങ്ങളായ ഏകദേശം 29 വിഷയങ്ങൾ കുടുംബജീവിതത്തെക്കുറിച്ച് നല്ലയപ്പൻ്റെ ചാവറിയച്ചനാൽ ലിഖിതം ചെയ്ത് ഇന്ന് സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത്ര ശക്തമാണതെല്ലാം. നല്ലയപ്പൻ്റെ ആ ചാവരുൾ മാത്രമല്ല, നല്ല സല്ലാപങ്ങളും ആത്മാനുതാപവും അനസ്തേസിയയുടെ രക്തസാക്ഷ്യവും ഇതുമെല്ലാം കുടുംബത്തിനു വേണ്ടിയാണ് അദ്ദേഹം എഴുതുന്നത്. ഇന്ന് കുടുംബത്തിലേക്ക് ചാവറിയച്ചൻ കടന്നു വരുന്നുണ്ട്. ചാവറിയച്ചൻ്റെ മാധ്യസ്ഥതയിൽ നടക്കുന്ന 1000 അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു കുറച്ച് സംഭവം പറയാം. എൻ്റെ അരികിലേക്ക് ഒരു കുടുംബം അവരുടെ നടക്കില്ലാത്ത ഒരു മകനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇടുക്കിയിലാണ് അവരുടെ വീട്. അവിടെയാണ് ആ കൊച്ചിന് ഈ നടക്കില്ലാത്തതുകൊണ്ട് കാലിന് ഓപ്പറേഷൻ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാനും ദിവസം കഴിഞ്ഞാൽ എറണാകുളത്ത് വലിയൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവരോട് പറഞ്ഞു, LF മോണസ്ട്രിയിൽ ആ പള്ളിയിൽ ചാവറിയച്ചൻ്റെ ഒരു മനോഹരമായ രൂപം ഇതുപോലെ അവിടെ ഇരിപ്പുണ്ട്. മാതാവിൻ്റെ രൂപമുണ്ട്, ഈശോയുടെ കുരിശിൻ്റെ രൂപമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ പോയിരുന്ന് നിങ്ങൾ കൊന്ത ചെല്ലുക, ഞാനും കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. കൊച്ച് വളരെ സ്പീഡിൽ പള്ളിയുടെ ആ കൊവേന്തയുടെ പാർലറിൽ മുട്ടുകുത്തി നീന്തുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ കൊച്ച് മുട്ടുകുത്തി നീന്തി ഞാനിരിക്കുന്ന കസേരയുടെ അരികിൽ വന്നിട്ട് പിടിച്ചു. അവൻ പതുക്കി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറുവിരൽ അവന് കൊടുത്തുകൊണ്ട് അവൻ അതേ പിടിച്ചു. അവൻ നടക്കാൻ തുടങ്ങി. ആ മുറിക്കൊരു 3-4 പ്രാവശ്യം നടന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്ന് നടകൾ ഇറങ്ങി 3/4 ഇഞ്ചിൻ്റെ കല്ലിട്ടിരിക്കുന്ന കല്ലിലൂടെ ആ കൊച്ചു നടന്ന് പള്ളിയിലേക്ക് കയറി ചെന്നു. വിശുദ്ധ കൊച്ചുറേസ്യയുടെ നാമത്തിലുള്ള ആ പള്ളിയിലേക്ക് കയറി ചെന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ കൊച്ചു നടന്നു വരുന്ന കാണുമ്പോൾ അതിൻ്റെ അപ്പനും വീട്ടുകാരും ഹല്ലേലൂയ യേശുവേ യേശുവേ പൊട്ടിക്കരയുകയാണോ, ദൈവത്തെ സ്തുതിക്കുകയാണോ? അവരോടി വന്ന് ഈ കുഞ്ഞിനെ കവിളിൽ മാറി മാറി ചുംബിച്ചു. ഇത് ചാവറിയച്ചൻ്റെ മാധ്യസ്ഥയിൽ നടന്നതാ. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ കൊടുവേലി പള്ളിയിൽ ആ ആശ്രമത്തിൽ ജീവിക്കുമ്പോൾ നടന്നത് എനിക്ക് പറയാൻ കഴിയും. എല്ലാം ചാവറിയച്ചൻ്റെ മാധ്യസ്ഥതയിലാണ്. ഇന്നും കുടുംബത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ചാവറിയച്ചൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. ചാവറിയച്ചൻ്റെ മാധ്യസ്ഥം ഹിന്ദുക്കളോട് മാത്രമല്ല, മുസ്ലിങ്ങളോട് മാത്രമല്ല, ക്രിസ്ത്യാനികളോട് മാത്രമല്ല. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ തിരുശേഷിപ്പ് 2014 നവംബർ 22-ാം തീയതി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എടുത്തു വയ്ക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ധൂപം വീശിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മധ്യസ്ഥനായി, എല്ലാ കുടുംബത്തിൻ്റെയും മധ്യസ്ഥനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ചാവറിയച്ചനെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചത് മുതൽ ലോകത്തിന് മുഴുവനും വിശുദ്ധനായി തീർന്നല്ലോ. കുടുംബങ്ങളുടെ മധ്യസ്ഥനായി തീർന്ന ആ ചാവറിയച്ചൻ്റെ മാധ്യസ്ഥതയിലേക്ക് മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. ചാവറിയച്ചൻ്റെ മാധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള വിവാഹങ്ങളെ സമർപ്പിക്കുന്നു. ഇനിയും വിവാഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞല്ലോ, അച്ഛാ, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു ജീവിത പങ്കാളി വേണമെന്ന്. ആ പങ്കാളിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ല കുടുംബങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടാകട്ടെ. 141 കുടുംബങ്ങൾ, 141 കോടി ജനത്തെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവർക്കെല്ലാം മധ്യസ്ഥനായിട്ട് ആ വെള്ളയുടുപ്പിട്ട് നിൽക്കുന്ന, വചനം പിടിച്ചു നിൽക്കുന്ന ചാവറിയച്ചൻ നമുക്ക് മധ്യസ്ഥനായി തീരട്ടെ. നമ്മെ എല്ലാവരെയും ചാവറിയച്ചൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.